ലാലേട്ടനുണ്ടായിരുന്നു, മമ്മൂക്ക ഉണ്ടായിരുന്നു, മലയാള രാജോട്ടൻ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ താരങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ ഞങ്ങൾ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം അത് പൂർണ്ണമായിട്ടും മനസ്സിൽ അത്രയും ഭക്തി. കാരണം ഭഗവാൻ തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് വെക്കണം അല്ലേ. പിന്നെ അതിനുള്ളൊരു തീരുമാനം എടുത്തിട്ട് ഞങ്ങൾ രാവും പകലും അധ്വാനത്തിൻ്റെ ഫലം ഭഗവാനാണ് നമുക്ക് ഈ ഇതിനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നത്. കണ്ണൻ ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഞങ്ങളെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ലോണം പോലെ ശരിയാക്കി തന്നു. അത് നടത്താനുള്ള ഒരു പ്രചോദനം എല്ലാം നമുക്ക് തന്നു. അതിനുള്ള എല്ലാ ഇതും നന്നായി ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ നമ്മൾ അതിലൊക്കെ ഓരോ വഴിക്കുന്നും നമ്മളെന്നെ ഓരോ ഇതിൽ പെടാണ്ട് അതിനൊക്കെ സഹായിച്ച ഭഗവാൻ നമുക്ക് നല്ല നേർവഴിക്കുന്ന നമ്മളെന്നെ കൊണ്ടുവന്നു. പിന്നെ നമ്മൾക്ക് ഓർഡർ തന്നതിനേക്കാളും കൂടുതലായിട്ട് കൊടുക്കാനും എല്ലാത്തിനും നമുക്ക് സാധിച്ചത് ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങളെ എല്ലാവരോടും ഞങ്ങൾക്ക് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനെ നന്നായി ഞങ്ങളെ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമായിരുന്നു സുരേഷ് ചേട്ടനെ നമുക്ക് കാണണം എന്നുള്ളത്. പക്ഷേ നമുക്കതിനുള്ള സാഹചര്യങ്ങളുണ്ടായില്ല. ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യം ഒരുക്കി തന്നത് ഭഗവാനിലൂടെ ഒരു സേതുമാധവൻ തമ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനാണ് നമ്മുടെ വീഡിയോ എടുത്ത് വൈറലാക്കിയത്. അതിലൂടെയാണ് സുരേഷ് ചേട്ടൻ്റെ അടുത്ത് ഞങ്ങളെ എത്തിയത്, സുരേഷ് ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് എത്തിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോ കണ്ടതിന് ശേഷം സുരേഷ് ചേട്ടൻ ഇവിടെ ഗുരുവായൂർ വന്നപ്പോൾ നമ്മളെ വന്ന് കണ്ടു, നമ്മളോട് മുല്ലപ്പൂമാല ഓർഡർ പറഞ്ഞു. നമ്മൾക്ക് എന്താ പറയുക, 300 മുഴം മുല്ലപ്പൂവല്ല 200 മുഴം മുല്ലയും 100 മുഴം പിച്ചിപ്പൂവും നമ്മളോട് ആവശ്യപ്പെട്ടു. പക്ഷെ നമ്മൾ 500 മുഴം നമ്മൾക്ക് കൊടുക്കാൻ സാധിച്ചു. മൊത്തം എല്ലാവർക്കും കൂടി നമ്മൾ 700 മുഴത്തോളം നമ്മൾ കൊടുത്തു. അപ്പോൾ അതിനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നത് ഭഗവാൻ തന്നെയാണ്. നമ്മൾ അത് കൊടുത്ത ഇത് പറയുമ്പോൾ നമ്മൾ നേരം എടുക്കും, രാത്രിയിലാവുന്നൊക്കെ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പറഞ്ഞതിൽ നേരത്തെ ഒരു തലേദിവസം, അതായത് ചൊവ്വാഴ്ച വൈകിട്ട് ഒരു 6-6:30 കൂടിയിട്ട് നമുക്കത് കൊണ്ടു കൊടുക്കാൻ സാധിച്ചു. ഞങ്ങളത് റൂമിൽ എത്തിച്ചു കൊടുക്കാനാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. പക്ഷേ റൂമിൽ എത്തിച്ചു കൊടുത്തതിന് ശേഷം ഞങ്ങളുടെ വേഷം പോലും നല്ലതല്ലായിരുന്നു. എന്നിട്ട് പോലും ഞങ്ങളെന്നെ ഹോളിൽ പരിപാടി ദക്ഷിണ കൊടുക്കണ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. അവിടേക്ക് ആ ഹോളിലേക്ക് ഞങ്ങളെന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഞങ്ങളെന്നെ നിർത്തി അതിലൊക്കെ പങ്കെടുപ്പിച്ചു. നമുക്ക് അതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ ഇതാവുക എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ് നമുക്കുള്ളത്. എന്നാൽ അവിടെ ലാലേട്ടൻ ഉണ്ടായിരുന്നു, മമ്മൂക്ക ഉണ്ടായിരുന്നു, മലയാള രാജോട്ടൻ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ താരങ്ങൾ ഉണ്ടായിരുന്നു. ജയറാമേട്ടനുണ്ടായിരുന്നു, അതേപോലെ പിന്നെ അങ്ങനെ അതിനുശേഷം ഒരു താരനിരകൾ തന്നെ ഉണ്ടായിരുന്നു അവിടെ. അതിന്റെ ഇടയിലൊക്കെ പിന്നെ നടിമാരായ ബിന്ദുജ മേനോൻ, പിന്നെ ചിപ്പി ചേച്ചി, പിന്നെ അതുപോലെ തന്നെ മേനക ചേച്ചി, സുകന്യ മേഡം, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിന് ഹാളിൻ്റെ ഉള്ളിലേക്ക് ചെല്ലാൻ ഞങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വേഷം നമ്മൾ കാലത്ത് തുടങ്ങിയതിന് അലഞ്ഞ് നടന്നിട്ടേ ആ ഒരു വേഷത്തോട് തന്നെയാണ് നമ്മൾ എന്നെ ഹോളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം അത്രയും നല്ല ഹൈ പാർട്ടീസ്, വലിയൊരു വൻ താരനിര അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മോശമാവില്ലേ. പക്ഷെ അവർക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ലാത്ത രീതിയിലായിരുന്നു അവർ പെരുമാറുന്നത്. രാധിക ചേച്ചിനെ കണ്ടു, സുരേഷ് ചേട്ടനോട് നേരിട്ട് നമുക്ക് കാണാൻ സംസാരിക്കാൻ സാധിച്ചില്ല. എങ്കിലും കൂടി രാധിക ചേച്ചിനെ ഞങ്ങൾ കണ്ടു, രാധിക ചേച്ചിനോട് സംസാരിച്ചു. രാധിക ചേച്ചി
നാളത്തെ കല്യാണത്തിൽ പങ്കെടുക്കണം എന്ന് അവർ നമ്മളോട് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം തന്നെ നമ്മൾ അന്നേ ദിവസം അവിടെ അത് കൂടി നമ്മൾ അന്നത്തെ ദിവസം ഫുള്ളും ഞങ്ങൾ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അനിയത്തിക്കുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കുന്നത് പോലെ നടത്തി കൊടുക്കുന്നു പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് അന്നത്തെ ദിവസം. കാരണം ഞങ്ങൾ അന്ന് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. അല്ലെ ഈ പൂ കൊണ്ടു കൊടുത്തു. അതിനുശേഷം നമ്മൾക്ക് വേറെ അവരുടെ തന്നെ കസിൻസിനൊക്കെ പൂ കൊടുക്കാനായിരുന്നു സുരേഷ് ചേട്ടൻ്റെ. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഓരോ സ്ഥലത്ത് പൂ എത്തിച്ച് കൊടുത്തു. പിന്നെ പയ്യൻ്റെ വീട്ടുകാർക്ക് അവർ പൂ വേണം എന്ന് ആവശ്യപ്പെട്ടു നമ്മളോട് ആ നിമിഷം. അപ്പോൾ അത് നമ്മൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. അതിനുശേഷം വലിയൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദിജി ഇവിടെ വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് വധൂവരന്മാരെ ആശീർവദിക്കാനുള്ള റോസാപ്പൂ നമ്മളോടാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് നമുക്ക് ഉണ്ടായിരുന്നു. അത് ശരിയായി. റോസാപ്പൂ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, പൂ എതളാക്കി ഇങ്ങനെ നല്ലോണം പോലെ നല്ല വൃത്തിയിൽ എതളാക്കി കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വർക്ക് നമുക്കുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു 4-4:30 മണിയായി. നമ്മൾ അന്ന് കിടന്നിട്ടേ ഇല്ലേ, നമ്മൾ നല്ല എൻജോയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മളെല്ലാ വർക്കും നല്ല രീതിയിൽ അവർക്ക് എല്ലാവർക്കും സന്തോഷമാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തു കൊടുത്തത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കല്യാണത്തിൽ പങ്കെടുത്തു. കല്യാണത്തിന് നമ്മൾ വധുവരന്മാർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതെ, നമുക്ക് വലിയ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ സാധിക്കില്ല. പക്ഷെ എന്നാലും ഞങ്ങളുടെ ഒരു ആഗ്രഹം പോലെ അവർക്ക് ഞങ്ങളൊരു കൃഷ്ണൻ്റെ ആദ്യം പ്രതിമ, അതും ഞങ്ങളുടെ മുല്ലപ്പൂവാണല്ലോ ഞങ്ങൾക്ക് കച്ചവടം. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളത് ബോക്സിലാക്കി മുല്ലപ്പൂവൊക്കെ ചുറ്റി മയിൽപ്പീലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അവർക്ക്. പിന്നെ അതവർ സ്വീകരിച്ചു. അവരുടെ കൂടെ നിർത്തി നമ്മളെന്നെ ഫോട്ടോ എടുപ്പിച്ചു. പിന്നെ ഭക്ഷണം കഴിക്കാൻ നമ്മളെന്നെ ക്ഷണിച്ചു. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് പിരിഞ്ഞത്. അതിനുശേഷം കുറേ നേരം അവിടെ നമ്മൾ ഇരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നേരം ഇരുന്നു. പിന്നെ സുരേഷ് ചേട്ടൻ്റെ മകൻ ഗോകുല്, നമ്മൾ അദ്ദേഹത്തിനോട് നമ്മൾ സംസാരിച്ചു. അദ്ദേഹത്തിനായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ. എന്ന് വെച്ചാൽ ഇത് 3-4 ദിവസമായിട്ട് സുരേഷ് ചേട്ടൻ ഭയങ്കര ഓട്ടത്തിലായിരുന്നില്ലേ. അപ്പോൾ ഭയങ്കര ക്ഷീണമായിട്ട് ആള് റെസ്റ്റ് എടുക്കാൻ പോയേക്കായിരുന്നു അദ്ദേഹം. അപ്പം നമ്മൾ ഗോകുലിനോട് നമ്മൾക്ക് സംസാരിക്കാൻ സാധിച്ചത്, നമ്മൾ ചോദിച്ചു ഞങ്ങൾ പൂ തന്നതൊക്കെ ഇഷ്ടമായോ, എല്ലാവർക്കും തികഞ്ഞില്ലേ, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ചേച്ചി തന്ന പൂവൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി. അത് നമ്മൾക്ക് കൂടുതലാവുക ചെയ്തത്. കാരണം വീട്ടുകാരും ബന്ധുക്കളും എല്ലാം എടുത്തിട്ട് നമുക്ക് പുറമെ പറഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കാനായിട്ട് അത് സാധിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. ഇതിലും വലിയൊരു ഭാഗ്യം കാര്യങ്ങളൊന്നും നമുക്ക് വരാനില്ല. ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. അതെ, നമ്മളെ 5000 രൂപ കൊടുത്തിട്ടുണ്ട്. നമ്മളെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അതൊന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ. ഇനി ഇത് നമ്മൾ പറയണത് വലുതും കൂടുതൽ ആഗ്രഹിച്ചിട്ടാന്നുള്ളതൊന്നും ആരും വിചാരിക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സുരേഷ് ചേട്ടന് ഞങ്ങളുടെ അനിയത്തിയുടെ കല്യാണം നടത്തി കൊടുക്കണ പോലെ സുരേഷ് ചേട്ടൻ്റെ മോളുടെ കല്യാണം ഞങ്ങൾക്ക് മുല്ലപ്പൂ ഇത്രയധികം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ലേ. അതിലും വലിയൊരു ഭാഗ്യം നമുക്കില്ല. കാരണം എന്ന് വെച്ചാൽ സുരേഷ് ചേട്ടൻ നമുക്ക് ആ ഓർഡർ തന്നപ്പോൾ മുതൽ തന്നെ ഞങ്ങൾക്ക് ഓരോരോ മാറ്റങ്ങളായിരുന്നു. ചെറിയ ഓർഡറുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഇനി 22-ാം തീയതി ഒരു ഓർഡർ ഉണ്ട്, ഫെബ്രുവരി 8-ാം തീയതി ഒരു ഓർഡർ ഉണ്ട്. ഞങ്ങൾക്ക് ഇതുപോലെ ചെറിയ ഓർഡറുകളൊക്കെ കിട്ടി. സന്തോഷമായിട്ട് പോയാൽ മതി. അതിനൊരു പങ്കാളിയായ സുരേഷ് ചേട്ടനോട്, അതെ, സുരേഷ് ചേട്ടനോട് മാത്രമല്ല, ഫസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേതു മാധവൻ തമ്പിയോട്, സേതു കാരണം കൊണ്ടാണ് സുരേഷ് ചേട്ടനിൽ ഞങ്ങൾ എത്തിയത്. സുരേഷ് ചേട്ടൻ അത് ഓർഡർ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട് അത് ഞങ്ങൾക്ക് പാലക്കാട് ഫോട്ടോ ഞങ്ങളുടെ കയ്യിൽ ആളൊരു പടം റിലീസ് ആവുന്നുണ്ട് ഇപ്പൊ അടുത്ത്. ആ റിലീസ് ആവുമ്പോ എല്ലാവരും അത് കാണണം അല്ലേ. അത് പ്രത്യേകിച്ച് പറയുന്നു, ഗാർഡിയൻ ഓഫ് ഏഞ്ചൽ എന്നാണ് ആ പടത്തിന്റെ പേര്. ചേട്ടൻ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചേട്ടനാണ് ഇപ്പൊ ഞങ്ങൾ സുഖമായി സമാധാനത്തോടെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ആ ചേട്ടനാണ് നമുക്ക് ആ ഫ്ലാറ്റ്
ഫ്ലാറ്റ് എടുത്ത് തന്ന് നമ്മളെ സഹായിച്ചത്. ഇപ്പൊ സ്വന്തമായിട്ടല്ല, അത് വാടകയ്ക്കാണ്. അതെ, ഒരു വർഷത്തെ പൈസ അയാൾ കൊടുത്തിട്ടുണ്ട്, അഡ്വാൻസും കൊടുത്തു. ഇപ്പൊ സമാധാനമായിട്ട് എന്റെ മക്കള് അതിൽ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്, അന്തി ഉറങ്ങുന്നുണ്ടെന്ന് പറയാം. ഇപ്പൊ ചേട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ നടക്കണ്ട, നിങ്ങൾ ഇവിടെ ഒരു കട നോക്കോ, അതും കൂടി ആ ചേട്ടൻ തയ്യാറായി നിൽക്കാണ്. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കുന്ന കട ഞങ്ങൾക്ക് സുരേഷ് ചേട്ടനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഈ വീഡിയോ ഏതെങ്കിലും വഴി സുരേഷ് ചേട്ടൻ കാണാൻ ഇടയായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ ആഗ്രഹം മാത്രം ഒന്ന് സാധിപ്പിച്ചെന്നാൽ കൂടുതലൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് അതെ, ഞങ്ങൾക്ക് ആ കടയിൽ പ്രത്യേകിച്ച് ചോദിക്കണം, ഞങ്ങൾ ഗുരുവായൂരപ്പനോട് ചോദിക്കണ പോലെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണാൻ സാധിപ്പിച്ചു തന്നില്ലേ, ഞങ്ങൾ ആ ആഗ്രഹം കൂടി കാണാൻ സാധിപ്പിച്ചു തരുന്നു വിചാരിക്കുന്നു. പിന്നെ എന്ന് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരും ഭഗവാനെ നന്നായി വിളിക്കുക, ഭഗവാനെ അടിയുറച്ച് വിശ്വസിക്കുക. ഭഗവാൻ ഇല്ലാന്നൊന്നും ആരും കരുതരുത്, കണ്ണനുണ്ട്. ഞങ്ങളുടെ അനുഭവത്തിലൂടെ ഞങ്ങൾ പറയുന്നു ഭഗവാനുണ്ട്, ഗുരുവായൂരപ്പനിൽ നന്നായി പറയാനുള്ളത്. ഞാനൊരു ഭക്തി സാന്ദ്രമായിട്ടൊരു കാര്യം കൂടി പറയാം. ഒരു ഗുരുവായൂരപ്പനെ വേണ്ടി സാക്ഷി നിർത്തിയിട്ട് പറയാണ്, ഞാൻ വടക്കുന്നാഥനിലെ സുരേഷ് ഏട്ടനെ വേണ്ടിയിട്ട് അല്ലേ ചൈന പ്രദക്ഷിണം ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമല്ലേ? വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ശിവന്റെ മുമ്പിൽ വെച്ചിട്ട് എല്ലാ അനുഗ്രഹത്തോട് കൂടിയിട്ട് സുരേഷ് ഏട്ടൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനിലേക്ക് അല്ലേ, അത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ സുരേഷ് ഏട്ടന് അനുഗ്രഹം എനിക്ക് ഉണ്ടാവണം. അതുപോലെ പാർട്ടി സംബന്ധമായിട്ടൊന്നുമല്ല, ഞങ്ങൾക്ക് പണ്ട് തുടങ്ങിയ സുരേഷ് ഏട്ടന് നല്ല ഇഷ്ടമാണ്. കാരണം വെച്ചാൽ സുരേഷ് ഏട്ടൻ്റെ ഉള്ളിലെ ആ നന്മ, ആ ഒരു സ്നേഹം, പാവങ്ങളെ കാണുമ്പോൾ ഒരു കരുണയും കാര്യങ്ങളും അത് തിരിച്ചറിയണം. അത് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പാർട്ടിക്കോ പാർട്ടിയുടെ ഇതല്ലാതെ ഞാനിത് മുന്നേ പറഞ്ഞെൻ്റെ ഭാര്യയോട്, അത് ഞാൻ ഒരു മീഡിയയോട് പറയണം. അത് ആദ്യമായിട്ടാണ് അത് പറയണത്. അപ്പം ഞങ്ങളത് പറയുന്നുണ്ട്. പിന്നെ കണ്ണൻ്റെ കാര്യം പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കണ്ണനിൽ പ്രാർത്ഥിക്കണം, കണ്ണനെ നിങ്ങൾ വിശ്വസിക്കണം. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇന്ന് വരെ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ കണ്ണൻ ഞങ്ങൾക്ക് സാധിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മൂത്ത മകൻ ഇപ്പൊ ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഉള്ളത്. അതെ, അവൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഈ വീഡിയോയിലൊന്നും മുൻപിൽ വരാൻ കൂട്ടാക്കില്ല, അവന് നാണമാണ്. അത് കാരണം കൊണ്ടാണ് അവൻ കൂട്ടാക്കാത്തത്. പക്ഷെ ഞങ്ങളുടെ കൂടെ തന്നെ അവനുണ്ട്. മക്കളെ പ്രാർത്ഥനയും ഞങ്ങളതിനെ കഠിനാധ്വാനം ഞങ്ങളുടെ തുടങ്ങി കഴിഞ്ഞു. അതെ, ഞങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഇനിയും നിങ്ങൾ പ്രാർത്ഥിക്കുക, അത്ര മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾ അതിൽ തന്നെ അല്ല, ഞങ്ങൾ ഒരു കുശുമ്പോ കുനിട്ടോ ഒന്നുമില്ല, ഭഗവാനിൽ ഞങ്ങൾക്ക് അത് മാത്രം മതി. ഞങ്ങൾക്ക് ആരോടും നമ്മളോട് ദേഷ്യമുള്ള കുറേ ആൾക്കാരുണ്ട് നമ്മളോട്. ഇപ്പൊ എന്താ പറയാ, നമ്മളിപ്പോ കട നോക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ കട നോക്കാൻ ഏൽപ്പിച്ചപ്പോൾ തന്നെ 1-2 പേര് നമ്മളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ന് പറയുമ്പോ കട തരാൻ അവർ കൂട്ടാക്കുന്നില്ല. അതെന്തുകൊണ്ടാന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഒരാളോടും തല്ലൂടാനോ വഴക്കുണ്ടാക്കാനോ ഞങ്ങൾക്ക് അതിനൊന്നും നേരമില്ല. കാരണം എന്ന് വെച്ചാൽ ഉള്ള സമയം ഞങ്ങളുടെ കച്ചവടം, അത് കഴിഞ്ഞ് ഭഗവാൻ, പിന്നെ ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ ഫാമിലി, അത് മാത്രമേ ഞങ്ങൾക്ക് വിചാരമുള്ളൂ. നമുക്ക് ആരോടും ദേഷ്യം പരിഭവമോ ഒന്നുമില്ല. എന്നിട്ട് എല്ലാ ത്യാഗങ്ങളും സഹിച്ച് അവിടെ ഉറങ്ങാണ്ടേ ഇരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനോട് നമ്മൾ നന്ദിയല്ല പറയുന്നത്, അദ്ദേഹത്തിനോട് നമുക്ക് കടപ്പാടാണ്. പിന്നെ മുല്ലപ്പൂ കൊടുത്തു തുടങ്ങി ഞങ്ങള്. അതെ, നമ്മള് ഇത്രയും നാള് നമ്മള് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരുന്നു. ഇപ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്, ആ കല്യാണം കഴിഞ്ഞ ആ വധുവരന്മാരെ, അവര് ഭാഗ്യ ശ്രേയസ് ദമ്പതികൾ ദീർഘകാലം ഇതുപോലെ വധുവരന്മാര് അവർ ദീർഘകാലം ഇതുപോലെ തന്നെ നല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നല്ല കുടുംബജീവിതം നയിക്കാൻ അവരെന്നെ ഗുരുവായൂരപ്പൻ സഹായിക്കട്ടെ. അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഭഗവാൻ ചൊരിയട്ടെ. ജനങ്ങളും വലിയ ആൾക്കാരും അനുഗ്രഹിക്കണം. അതെ, അവർക്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും നമ്മളോട് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ആരോടും ദേഷ്യമില്ല, പരിഭവങ്ങളില്ല. എല്ലാവരെയും ഭഗവാൻ, നിങ്ങളും ഇതുപോലെ തന്നെ രക്ഷപ്പെടും. നിങ്ങളും ഭഗവാനെ നന്നായി വിശ്വസിച്ചാൽ മതി. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കഷ്ടപ്പാട് കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെന്നെ സഹായിക്കും, ഉറപ്പാണ്. ഇതിലും കൂടുതൽ ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. ഭഗവാനെ വിളിക്കുക, ഭഗവാനെ മാത്രം വിശ്വസിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ നാരായണ. ഗുരുവായൂരപ്പ ഭഗവാനെ